ESI ആനുകൂല്യം നടപ്പിലാക്കുക. റിട്ടയർമെന്റ് ആനുകൂല്യം എത്രയും പെട്ടെന്ന് വിതരണം ചെയ്യുക. റിട്ടയർമെന്റ് ആനുകൂല്യം 5 ലക്ഷം. ഉണരൂ ഉണരൂ സർക്കാരേ, ഉണരൂ ഉണരൂ സർക്കാരേ. അയ്യയ്യേ എന്തൊരു ഭരണം സർക്കാരേ, എന്തൊരു ഭരണം സർക്കാരേ. ഞങ്ങളെ വേദന ഞങ്ങളെ സങ്കടം കാണുന്നില്ലേ? INAEF സിന്ദാബാദ്, വ്യാപക സമരം സിന്ദാബാദ്, വ്യാപക സമരം സിന്ദാബാദ്. പ്രകടന പത്രികയിലെ വാക്യം പറഞ്ഞിട്ട് ദിവസത്തെ ഈ രാപകൽ സമരം ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാന്യനായ മുൻ KPCC അധ്യക്ഷനും കേരളത്തിലെ UDF സംവിധാനത്തിന്റെ ഐക്യജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന കൺവീനറുമായ മുൻ മന്ത്രി ശ്രീ MM ഹസൻ അവറുകളാണ്. അദ്ദേഹം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ഈ സമര പരിപാടി ഈ സമരപന്തലിൽ എത്തിക്കൊണ്ട് കേരളത്തിലെ മുഴുവൻ ഐക്യജനാധിപത്യ മുന്നണി നേതാക്കന്മാരും ശ്രീ K മുരളീധരൻ, അതുപോലെ തന്നെ ശ്രീ അടൂർ പ്രകാശ് MP, അതുപോലെ തന്നെ ശ്രീ നമ്മുടെ മുഴുവൻ MLA-മാർ, MP-മാർ, ഘടകകക്ഷിയുടെ നേതാക്കന്മാരൊക്കെ നൂറുകണക്കിന് നേതാക്കളാണ് നമ്മുടെ ഈ വേദിയിൽ വന്ന് കടന്നുപോയത്. അതുകൊണ്ട് ഈ സമരം അതിശക്തമായി നമ്മൾ മുൻപോട്ട് പോകും. നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്ന അവകാശ പത്രിക അംഗീകരിക്കുവാൻ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജും അതുപോലെ തന്നെ പിണറായി വിജയൻ ഗവൺമെന്റും തൊഴിലാളികളുടെയും പാവപ്പെട്ടവരുടെയും പേര് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ അധികാരത്തിൽ വന്നിരിക്കുന്ന ഗവൺമെന്റ്, ആ ഗവൺമെന്റിന്റെ മുമ്പിൽ ശിക്ഷാപാത്രമായി നിൽക്കുകയാണ്. അമ്മമാർ, വീട്ടമ്മമാർ, സഹോദരിമാർ കഴിഞ്ഞ എത്രയോ മാസക്കാലമായി ഇവിടെ സമരരംഗത്താണ്. നമുക്കറിയാം, ഈ സെക്രട്ടേറിയറ്റിന്റെ അധികാര സ്ഥിരാ കേന്ദ്രത്തിന്റെ മുന്നിൽ മുഴുവൻ അമ്മമാർ ഒരു നാണംകെട്ട ഭരണമായി, നാണമുണ്ടെങ്കിൽ അഭിമാനമുണ്ടെങ്കിൽ പിണറായി വിജയൻ ഗവൺമെന്റ് രാജിവെച്ച് 8.5 വർഷമായി ഈ ഗവൺമെന്റിൽ നിന്നും ഒരു നീതിയും ലഭിക്കാത്തത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ രീതിയിൽ സമരപരിപാടിയായിട്ട് മുന്നോട്ട് പോവേണ്ടി വന്ന്. ഞങ്ങൾ 6 വയസ്സിന് താഴെയുള്ള ഒരു കൊച്ചിൻ്റെയും ഭക്ഷണ കാര്യത്തിലോ മാനസിക ശാരീരിക ആരോഗ്യ കാര്യത്തിലോ ഞങ്ങൾ മാറ്റം വരുത്തിയിട്ടില്ല. അംഗൻവാടി പ്രവർത്തനത്തിന് ഒരു മുടക്കവും വരുത്താതെയാണ് ഞങ്ങൾ ഇന്ന് ഈ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ അംഗൻവാടികളും കൃത്യസമയത്ത് തന്നെ പ്രവർത്തനം നടക്കുന്നുണ്ട്. അതിൻ്റെ പേരിൽ ഉദ്യോഗസ്ഥന്മാരുടെയും എല്ലാവരുടെയും ഭീഷണി നേരിട്ടുകൊണ്ടാണ് ഞങ്ങൾ ഇന്നിവിടെ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നത്. നിങ്ങളെ അതിശക്തമായി നേരിടുമെന്നാണ് ഗവൺമെൻറ് പറയുന്നത്. നിങ്ങൾ എങ്ങനെയാണ് ഈ ലീവ് എടുത്ത് പോകുന്നതെന്നാണ് ഞങ്ങളോട് ചോദിച്ചത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ ജോലി അത്യാവശ്യമുള്ളത് കൊണ്ടും ഞങ്ങളുടെ വളരെ ഈ തുച്ഛമായ ഓണറേറിയത്തിൽ 232 രൂപ ഓണറേറിയത്തിൽ ജീവിക്കുന്ന ഞങ്ങൾക്ക് 700 രൂപയാക്കി തരാൻ വേണ്ടി ഞങ്ങൾ വളരെ സങ്കടകരമായി ഗവൺമെൻറ്റിനോട് അപേക്ഷിക്കുകയാണ്. ഗവൺമെൻറ്റിന് ഒരു കാലത്തും ഞങ്ങൾ എതിരല്ല, ഞങ്ങൾ ഗവൺമെൻറ്റിൻ്റെ കൂടെയാണ്. എല്ലാ സേവന പ്രവർത്തനങ്ങൾക്കും വളരെ ഭംഗിയായി സഹായിക്കുകയും സഹകരിക്കുകയും ഉദ്യോഗസ്ഥന്മാരുടെ എല്ലാ ഭീഷണിക്കും വഴങ്ങി എല്ലാ ജോലികളെയും ചെയ്യുകയും ചെയ്യുന്ന ഞങ്ങളെ ഇങ്ങനെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്ന സർക്കാരിനോട് ഞങ്ങളുടെ അപേക്ഷയാണ്, ഞങ്ങളുടെ മുന്നിലൊന്ന് കണ്ണു തുറക്കൂ, ഞങ്ങളെ സഹായിക്കൂ, ഞങ്ങൾക്കും ജീവിക്കണം. ഞങ്ങളോട് ചോദിക്കുന്നത് നിങ്ങൾ ഓണറേറിയം വാങ്ങിച്ച് ജീവിക്കാം, അല്ലെങ്കിൽ സേവനം ചെയ്യാമെന്നാ പറഞ്ഞിട്ടാണ് വന്നിരിക്കണതെന്ന്. ശരിയാണ്, ഞങ്ങൾ നല്ലപോലെ സേവനം ചെയ്യുന്നുണ്ട്. പക്ഷേ അത് മനസ്സിലാക്കി കാലാകാലങ്ങളിലെ ഓരോ സാധനത്തിൻ്റെയും വില വർധനവ്, പണ്ട് എന്തായിരുന്നോ വില, ഇന്ന് എന്തായിരുന്നു എന്ന് സർക്കാരിനും അറിയാവുന്നതാണ്. ആ കാലഘട്ടത്തിൽ ജീവിക്കാനുള്ള ഒരു അവകാശം ഞങ്ങൾക്കുമുണ്ട്. ഒരു ജനനമുണ്ടായ, ഒരു മരണമുണ്ടായാൽ എല്ലാവിടെയും എത്തിച്ചേരുകയും വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുകയും അവരെ പട്ടിണിക്ക് ഇടാതെ കുട്ടികളെ ആണെങ്കിലും അമ്മമാരെ ആണെങ്കിലും എല്ലാവരെയും എല്ലാ കാര്യങ്ങളിലും ഇപ്പോൾ ലഹരി അറിയാം, ലഹരിയുടെ ക്ലാസ്സുകൾ തുടങ്ങിയ എല്ലാ കാലാകാലങ്ങളിൽ
CBI പറഞ്ഞിട്ട് മാസം തോറും 1, 2, 3 മീറ്റിങ്ങുകൾ ഇങ്ങനെയെല്ലാം ചെയ്തു വരുന്ന ഞങ്ങളെ എന്തിനാണ് സർക്കാർ വിമർശിക്കുന്നത്? ഞങ്ങളുടെ പ്രവർത്തനം മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾക്ക് വേതന വർധനവ് ഉണ്ടാക്കി തരണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളോട് ഞങ്ങളുടെ ഈ രാപ്പകൽ സമരത്തിന് ഗവൺമെന്റ് കണ്ണു തുറക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ അംഗൻവാടി പ്രവർത്തന ദിവസം തന്നെയാണ് എല്ലാ ദിവസവും. പക്ഷേ ഞങ്ങളുടെ വേതനം ഓണറേറിയം കട്ട് ചെയ്യുന്നതാണ് ഓർഡർ വന്നിരിക്കുന്നത്. പക്ഷേ ഞങ്ങൾ അംഗൻവാടി അടച്ചിട്ടിട്ടില്ല, കുട്ടികളുടെ പ്രവർത്തനം മുടക്കിയിട്ടില്ല, അവരെ ഫീഡിങ് മുടക്കിയിട്ടില്ല. ഞങ്ങൾ ഇന്ന് 10 മണി മുതൽ നാളെ 10 മണി വരെയാണ് ഞങ്ങൾ പാലക്കാടും കോഴിക്കോടും ഇരിക്കുന്നത്. അത് 17-ാം തീയതി തുടങ്ങിയ സമരമാണ്. ഞങ്ങൾ ഇനി ഈ സമരത്തിൽ ഞങ്ങൾ എന്തെങ്കിലും ഒരു മാറ്റം, ഞങ്ങളുടെ വർധനവ്, ഞങ്ങളുടെ ഓണറേറിയത്തിന് വർധനവ്, ഞങ്ങൾക്ക് വേണ്ട ആനുകൂല്യം തന്നില്ലെങ്കിൽ ഇനിയും സമരം തുടർന്നുകൊണ്ടേയിരിക്കും. ഇനി ഞങ്ങൾക്ക് 10 കാര്യങ്ങളാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഞങ്ങൾ മിനിമം വേതനം വർക്കർക്ക് 21,000 രൂപയും ഹെൽപ്പർമാർക്ക് 18,000 രൂപ ആക്കുക, ജീവനക്കാർക്ക് ഇൻഷുറൻസ് പരിരക്ഷ നൽകുക, ESI ആനുകൂല്യം അംഗൻവാടി ജീവനക്കാർക്ക് അനുവദിക്കുക, അംഗൻവാടി പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ട് യഥാസമയം അനുവദിക്കുക, പുതിയ ഫോൺ അനുവദിക്കുക, നിർത്തലാക്കിയ യാത്രാ ഭത്ത മുൻകാല പ്രാബല്യത്തോടെ 2021 മുതൽ നൽകുക, പോഷൻ ട്രാക്കർ ഇൻസെൻറ്റീവ് അനുവദിക്കുക, PMVY ടീച്ചർമാർക്ക് അനുവദിച്ച ഇൻസെൻറ്റീവ് നൽകുക, റിട്ടയർ ചെയ്ത ജീവനക്കാർക്കുള്ള ക്ഷേമനിധി തുകയും മറ്റു ആനുകൂല്യങ്ങളും 2023 മുതൽ ഉള്ളത് എത്രയും പെട്ടെന്ന് വിതരണം ചെയ്യുക, പെൻഷൻ തുക വർദ്ധിപ്പിക്കുക. 2023 റിട്ടയർഡ് ആയ ആളുകൾക്ക് ആർക്കും റിട്ടയർമെൻറ്റ് തുക കിട്ടിയിട്ടില്ല. അത് എത്രയും പെട്ടെന്ന് അവരെ കയ്യിലെത്തിക്കണം. എല്ലാ മാസവും 500 രൂപ വർക്കർമാരിൽ നിന്നും 250 രൂപ ഹെൽപ്പർമാരിൽ നിന്നും എല്ലാ മാസവും പിടിക്കുന്നുണ്ട്, ക്ഷേമനിധിയിലേക്ക് പിടിക്കുന്നുണ്ട്. എന്നിട്ടാണ് ഞങ്ങൾക്ക് ഓണറേറിയം തരുന്നത്. അതുപോലും അവർ വെറും കൈയോടെയാണ് ഇറങ്ങിപ്പോയിരിക്കുന്നത്. അതിനൊക്കെ ഒരു മാറ്റം വരുത്തണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കോവിഡ് കാലത്ത് ഞങ്ങൾ ക്ലീനിങ് പ്രധാനമായിട്ട് ചെയ്തിരുന്ന അംഗനവാടിക്കാരെ കൊണ്ട് എല്ലാ സ്ഥലത്തും ക്ലീൻ ചെയ്യിപ്പിച്ചു. പിന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ഞങ്ങളെ കൊണ്ട് ചെയ്യിച്ചു. അത്രയും ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾ തിരിഞ്ഞു നോക്കാതിരിക്കുന്നത് ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമുണ്ട്. പിന്നെ കൂടാതെ കോവിഡ് കാലത്ത് വീടാന്തരം കേടിറങ്ങി ആശാവർക്കർമാരുടെ കൂടെ തോളോട് തോൾ ചേർന്ന് ഞങ്ങൾ സഹായങ്ങൾ ചെയ്തു. ഭക്ഷണങ്ങൾ മറ്റു കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുക, മരുന്നുകൾ എത്തിച്ചു കൊടുക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തതാണ്. എന്നിട്ട് ഈ സർക്കാർ ഞങ്ങൾക്ക് യാതൊരുവിധ പരിഗണനയും ഞങ്ങൾക്ക് തന്നിട്ടില്ല. വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും ഞങ്ങൾക്ക് ഞങ്ങളുടേതായ കുറേ പ്രവർത്തനങ്ങൾ ഞങ്ങൾ തുറന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിൻ്റെ പിന്നാമ്പറായിട്ട് കുറേ പ്രവർത്തനങ്ങൾ ഞങ്ങൾ തുറന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും ഞങ്ങൾക്ക് ദിനംപ്രതി ഞങ്ങൾക്ക് ഓരോ തരത്തിലുള്ള ജോലികൾ ഞങ്ങൾ തന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും ഞങ്ങൾ അതൊക്കെ ഒരു മടിയും കൂടാതെ ചെയ്യുന്നുണ്ട്. കാരണം ഞങ്ങൾ സേവനങ്ങൾ ചെയ്യുന്നവരാണ്. എന്നിട്ടും ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ പല ജോലികൾ അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് ഞങ്ങൾ ഇഷ്ടപ്രകാരം ചെയ്യുന്നതിന് പുറമെ ഞങ്ങൾക്ക് കൂടുതൽ, എന്നാൽ വേതനം വർദ്ധിപ്പിക്കുകയോ 5 പൈസ കൂട്ടി തരികയോ ചെയ്യാതെയാണ് ഈ 8.5 വർഷമായി ഞങ്ങൾ ബുദ്ധിമുട്ടി ഇതിനു വേണ്ടി വർക്ക് ചെയ്യുന്നു.